നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഉണക്കമീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഞാൻ ഇന്ന് ചെയ്തിരിക്കുന്നത് അയില വെച്ചിട്ടാണ്. പക്ഷേ ഏത് ഉണക്കമീൻ വെച്ചിട്ട് നിങ്ങൾക്ക് സെയിം റെസിപ്പി ചെയ്യാം. അപ്പോൾ ഉണക്കമീനൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ ഉപ്പാണ്. അതായത് നമ്മൾ നല്ലോണം ഉപ്പ് പരട്ടിയിട്ടാണ് ഉണക്കിയെടുക്കുക. അപ്പോൾ നല്ലോണം വാഷ് ചെയ്യാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പിന്നെ കുറേ നേരം വെള്ളത്തിലിട്ട് വെക്കുക. അപ്പോൾ ചില സ്ഥലത്ത് കിട്ടുന്ന മീനിൽ ഒരുപാട് ഉപ്പ് കൂടുതലായിരിക്കും. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചോളൂ. അതിനുശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്ത് കറി വയ്ക്കാം. അപ്പോൾ ഇതിൽ മിക്കവാറും ഉപ്പ് ചേർക്കേണ്ടതായിട്ട് വരാറില്ല. അത് അവസാനം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതായത് കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ബാക്കി സൂപ്പർ ആയിരിക്കും. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും ഈ ഒരു ഉപ്പിന്റെ കാര്യം ഞാൻ എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇൻട്രോയിൽ പറയാമെന്ന് വിചാരിച്ചത്. ഉണക്കമീൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിച്ചേണ്ടത് നമുക്ക് എങ്ങനെയാണ് ഉണക്കയില കറി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഉണക്കയില വെച്ച് കറി വെക്കാൻ തുടങ്ങിയാലോ. എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് ചെറിയ ഉണക്കയിലയാണ്. ഒരു 7 അയില എടുത്തിട്ടുണ്ട്. ഈ സൈസിലുള്ള അയിലയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ 7 എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള അയിലയുടെ സൈസ് അനുസരിച്ച് എണ്ണം തീരുമാനിച്ചോളൂ. ഇപ്പൊ മീഡിയം ഒക്കെ ആണെന്നെങ്കിൽ 3 or 4 അയില എടുത്താൽ മതിയാവും കേട്ടോ. അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉണക്കയിലയോ ഏത് മീനാണെങ്കിലും ഉണക്കമീൻ ആദ്യം തന്നെ 1/2 മണിക്കൂറോളം പച്ചവെള്ളത്തിലിട്ട് വെക്കുക. അതിനുശേഷം നന്നായി വാഷ് ചെയ്തിട്ട് ഉള്ളിലത്തെ അഴുക്കും അതേപോലെ തലയും വാലെല്ലാം കളഞ്ഞ് നന്നായി പലവട്ടം വാഷ് ചെയ്ത് എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ നിറയെ ഉപ്പുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ 1/2 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കാൻ പറയുന്നത്. അല്ലെങ്കിൽ ഉപ്പ് ഒരുപാട് അങ്ങ് കൂടുതലായി നമ്മൾ കറിക്ക് വേറെ എക്സ്ട്രാ ഉപ്പിടേണ്ട ആവശ്യമില്ല സാധാരണ രീതിയിൽ. പിന്നെ നോക്കിയിട്ട് അവസാനം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പിട്ടാൽ മതിയാകും. അപ്പോൾ നമുക്ക് ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുക. നോൺ സ്റ്റിക്കിന്റെ പാത്രം അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് മൺചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിലോട്ട് ആദ്യം തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലോട്ട് എരിവുള്ള മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. മുളകിന്റെ ഒക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക്. ചിലവർ ഇതിൽ മല്ലിപ്പൊടി ഇടും. നമ്മുടെ സൈഡിൽ മല്ലിപ്പൊടി ഇടാറില്ല. അതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടി അവോയ്ഡ് ചെയ്യാണ്. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 2 പച്ചമുളക് നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 10ഓളം ചെറിയുള്ളി വളരെ നൈസാക്കി അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ചതച്ചിട്ടാലും മതിയാകും. ചെറിയുള്ളി ഇല്ലെങ്കിൽ മാത്രം സവാള ചേർത്ത് കൊടുക്കാം. സാധാരണ രീതിയിൽ ചെറിയുള്ളിയാണ് നമ്മൾ ഇടാറുള്ളത്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതാണ്. അരിഞ്ഞിട്ടാലും കുഴപ്പമില്ല. ഒരുപാട് ഇഞ്ചി വേണ്ട. ഒരുപാട് ഇഞ്ചി കൂടിക്കഴിഞ്ഞാൽ മീൻ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അതെപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ സാധാരണ രീതിയിൽ പച്ചമാങ്ങ തന്നെയാണ് എടുക്കാറുള്ളത്. പക്ഷേ ഈ പച്ചമാങ്ങയ്ക്ക് പുളി ഒരുപാട് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു പീസ് കുടംപുളിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ പച്ചമാങ്ങയ്ക്ക് നല്ല പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കുടംപുളി ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പച്ചമാങ്ങ ഇല്ലെങ്കിൽ കുടംപുളിയുടെ അളവ് കൂട്ടി കൊടുത്താൽ മതിയാവും. അപ്പോൾ 2 കഷ്ണം കുടംപുളി ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പം ഞാൻ രണ്ടും ചേർക്കുന്നതുകൊണ്ട് ഇതിലേക്ക് ഇപ്പോൾ തൽക്കാലം 1 കഷ്ണം പുളി ഇടുന്നുള്ളൂ. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പച്ചക്കായ. ഇപ്പോൾ കായ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷെ നമ്മുടെ വീട്ടിലൊക്കെ കായ ഇടും. വലിയ കായ ആണെങ്കിൽ ഒരു 1/2 കായ ഇതേപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചത് ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ പച്ചമാങ്ങ നമ്മൾ ഇപ്പം ചേർക്കില്ല. പച്ചമാങ്ങ ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആകെ ഉടഞ്ഞു പോകും. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. പിന്നെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. 3 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്ത് നോക്കാം നമുക്ക്. അതിനുശേഷം ആവശ്യമുണ്ടെങ്കിൽ, കാരണം ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുന്ന കറി ആയതുകൊണ്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നന്നായി വറ്റിപ്പോകും. 3 ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മീനിട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇത് കുക്ക് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ ഞാൻ തീ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പം മീഡിയം തീയിൽ ഞാനൊരു 10 മിനിറ്റോളം ഇത് നന്നായിട്ട് കുക്ക് ചെയ്യട്ടെ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മാങ്ങയുടെ പീസസ് ഇട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. ഇത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പച്ചമാങ്ങ ഇട്ട് കൊടുക്കാം. ഒരു വലിയ മാങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ പച്ചമാങ്ങ ഇല്ലെങ്കിൽ കുടംപുളിയുടെ അളവ് കൂട്ടി കൊടുക്കുക. കുടംപുളി ഇല്ലെങ്കിൽ പച്ചമാങ്ങയുടെ അളവ് കൂട്ടി കൊടുക്കുക. എങ്ങനെയാണെങ്കിൽ ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് വീണ്ടും ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങ ചെറുകിയത് എടുത്തിട്ടുണ്ടായിരുന്നു. അത് മിക്സിയിൽ അല്പം വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിത് അവസാനം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുണ്ട്. ഇപ്പോഴല്ല, ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ ഇത് കറി ഒരു 15 മിനിറ്റോളം അടച്ചു വെച്ചിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരുപാട് തേങ്ങ വേണ്ട. മിക്സ് ചെയ്യുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കാം.
ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതേപോലെ ചുറ്റിച്ച് കൊടുത്താൽ മതി. ഇത് പിരിയൊന്നുമില്ല, പേടിക്കണ്ട. പക്ഷെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് കുറച്ചുമ്പോൾ ചാറ് ഇച്ചിരി കുറുകിക്കോളും. പിന്നെ ഇരിക്കുമ്പോഴും ചാറ് കുറുകും കേട്ടോ. അപ്പോൾ ഒരുപാട് കുറുക്കാൻ നിൽക്കണ്ട, ഒരുപാട് തിക്കാക്കാൻ നിൽക്കണ്ട. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ വെള്ളം ഒഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു 10 മിനിറ്റോളം ഇത് വീണ്ടും നമുക്ക് നന്നായി തിളപ്പിച്ചെടുക്കുക. അതിന് ശേഷം നിങ്ങൾ മീൻ കഴിക്കുന്നവരാണെങ്കിൽ ടേസ്റ്റ് നോക്കുക. ഉപ്പ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പ് ചേർക്കാൻ മറക്കരുത്. പിന്നെ അവസാനം നമുക്ക് താളിച്ച് ചേർക്കണം കേട്ടോ. അപ്പോൾ അതൊരു 10 മിനിറ്റോളം നമ്മൾ തിളപ്പിച്ചിട്ടുണ്ട്. തേങ്ങ ചേർത്തതിന് ശേഷം ഇടയ്ക്കൊന്ന് ഇതേപോലെ ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിൽ ഞാൻ ഓഫ് ചെയ്യാണ്. ഞാൻ പറഞ്ഞ പോലെ ഇത് ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ട് മാറും. ഇതിൽ തീരെ ഇട്ടിട്ടില്ല. ഞാൻ എന്തെങ്കിലും കഴിക്കാതെ എനിക്ക് ഉപ്പ് അറിയില്ല. ജാൻചേട്ടൻ വന്നതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ എരിവാണെങ്കിലും ഒക്കെ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എരിവ് കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ താളിക്കുന്ന സമയത്ത് ആ ചെറിയുള്ളിലെല്ലാം താളിച്ചതിന് ശേഷം ആവശ്യമുള്ള മുളക് പൊടി ചേർത്തിട്ട് അതിൽ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ പച്ചമുളക് ചേർത്താലും മതിയാകും. ഇവൻ പുളി കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളത്തിൽ കുടംപുളി ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ആ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും, പുളി കുറവാന്ന് തോന്നുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് കാച്ചി ഒഴിക്കാം. അതിന് വേണ്ടിയിട്ടൊരു സോസ്പാൻ അടുപ്പത്ത് വെക്കുക. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉണക്കമീൻ കറി ആയതുകൊണ്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് ഞാനൊരു 6 ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ചെറിയുള്ളി നല്ലോണം ഉണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും താളിച്ച് ചേർക്കുമ്പോൾ. ഇതൊന്ന് നല്ല ഗോൾഡ് കളർ ആവട്ടെ. നമ്മുടെ ഉള്ളി ഗോൾഡ് കളർ ആയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കരിക്കാൻ നിൽക്കരുത്. കരിച്ചിട്ടുണ്ടെങ്കിൽ ആ കൈപ്രസം വരെ ഉള്ളിക്കിട്ട് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നല്ല വാസനയായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എന്നിട്ട് ചുറ്റിച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. അപ്പോഴാണ് ആ ഉള്ളിയുടെയൊക്കെ ആ ഒരു നല്ല വാസന ഇതിലോട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആവുള്ളൂ. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. കഴിക്കുന്നവർക്കൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് അടച്ചു വെക്കാം. ചാറിന്റെ തിക്നെസ് കണ്ടില്ലേ, ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഇങ്ങനത്തെ ഒരു തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ കാണിച്ച സമയത്തിന് ഓഫ് ചെയ്യണം. പിന്നെ കായയും എല്ലാം കറക്റ്റ് വേവാണ്. അതേസമയം മാങ്ങ ഒരുപാട് അങ്ങ് വെന്ത് ഉടഞ്ഞിട്ടുമില്ല, അത്യാവശ്യം. പക്ഷെ അതേസമയം കുക്കായിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ. കറുവാടെന്നല്ല ഇതിനെ പറയാം. കറുവാട് എന്ന് പറയുമ്പോൾ എനിക്ക് മറ്റേ പാട്ട് ഓർമ്മ വരും, ഉപ്പ് കറുവാട്, ആ സംഭവമില്ലേ. അപ്പം എന്തായാലും നമ്മുടെ ഉണക്കമീൻ ഇഷ്ടമുള്ളവരെല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം, താങ്ക് യു. ഞാൻ ഇവിടുത്തെ ഈ മണം പോകാൻ വേണ്ടിയിട്ടേ നമ്മുടെ കോഫി ഉണ്ടാക്കുകയാണ്. നല്ല കുറച്ചധികം ഉണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇതിരിക്കുക അടപ്പിലോട്ട് ഇടുമ്പോൾ ഒരു കരിഞ്ഞ മണം വരില്ലേ കോഫിയുടെ. അത് കഴിഞ്ഞ് നന്നായി തുടച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ ഈ മീനിൻ്റെ മണം മാറിക്കിട്ടും. അങ്ങനെ ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ കാൻഡിലും കത്തിക്കും, പിന്നെ ഫ്രഷ്നർ അടിക്കും. അങ്ങനെ മാക്സിമം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യണം. കാരണം വീട്ടിൽ ഈ മീനിൻ്റെ മണം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ വീട്ടിലുണ്ടെങ്കിൽ കുഴപ്പമില്ല, പെട്ടെന്ന് മാറിക്കിട്ടും. പക്ഷേ ഫ്ലാറ്റൊക്കെ ആകുമ്പോണ്ടല്ലോ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി എന്താ ചെയ്യാറില്ലെന്ന്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം.